കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുമായി കീരമ്പാറ പഞ്ചായത്ത് കോതമംഗലം DFOയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്തിലെ അംഗീകൃത വേട്ടക്കാരുടെ യോഗം വിളിച്ചു ചേർത്തു. വന്യജീവി ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് അംഗീകൃത വേട്ടക്കാരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. കാട്ടുപന്നി ശല്യം മൂലം കർഷകർ ഏറെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന പഞ്ചായത്താണ് കീരമ്പാറ. മറ്റു വന്യമൃഗങ്ങൾ മൂലമുള്ള ശല്യവും ഒട്ടും കുറവല്ല. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ അംഗീകൃത വേട്ടക്കാരുടെ പ്രശ്നങ്ങൾ കൃത്യമായി ചോദിച്ചറിഞ്ഞ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനാണ് DFO സൂരജ് ബെന്നിന്റെ സാന്നിധ്യത്തിൽ ചർച്ച സംഘടിപ്പിച്ചത്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പൂർണ്ണാധികാരം ഹോണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. വന്യമൃഗ പ്രതിരോധത്തിനായി 1 ലക്ഷം രൂപ വരെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അനുവദിച്ചു നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു. ഇതിനായി ആവശ്യമായ എല്ലാ നിയമ പിന്തുണകളും നൽകുമെന്നും DFO യോഗത്തിൽ അറിയിച്ചു. വനം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെ ഷൂട്ടേഴ്സ് പാനലിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്നും ലൈസൻസ് നൽകുന്നതിൽ നിന്നും മാറ്റി നിർത്തും. വേട്ടയ്ക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ പരിസരം സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള മറ്റൊരാളെ ഒപ്പം നിയോഗിച്ച് നൽകണമെന്ന് ഷൂട്ടർമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. മൃഗങ്ങളെ കെണിവച്ചു പിടിക്കാൻ അനുവദിക്കില്ല എന്നും ഇത് മറ്റു ജീവികൾക്കും അപകടത്തിന് കാരണമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കാലഘട്ടം ആസന്നമാകുമ്പോൾ തോക്ക് സറണ്ടർ ചെയ്യാൻ മടിയുള്ളവർ ഷൂട്ടേഴ്സ് പാനലിലേക്ക് കടന്നുകയറാൻ സാധ്യതയുണ്ടെന്നും ഇത് പഞ്ചായത്ത് തന്നെ ശ്രദ്ധ ചെലുത്തി തടയണമെന്നും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കീരമ്പാറ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ യോഗം വിളിച്ചു ചേർത്തതെന്ന് പഞ്ചായത്ത് പ്രതിനിധികൾ പറഞ്ഞു. പഞ്ചായത്ത് കർഷകരെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പന്നികളെ, ഈ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഷൂട്ടർമാർക്ക് പൈസ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് 1 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ കത്ത് കൊടുക്കുകയുണ്ടായി കളക്ടർക്ക്. അപ്പോൾ അടിയന്തരമായിട്ട് അതിൽ ഇടപെടാമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കീരമ്പാറ പഞ്ചായത്തില് വന്യമൃഗശല്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫെൻസിങ്ങിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് DFO അറിയിച്ചതനുസരിച്ച് അടുത്ത ദിവസം തന്നെ 3 കിലോമീറ്റർ ഫെൻസിങ്ങിന്റെ പണി പൂർത്തിയായിട്ട് ഫോറസ്റ്റ് അധികാരികൾക്ക് ഫെൻസിങ് കൈമാറുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിന്റെ ആശങ്ക ഒരാഴ്ച മുമ്പ് ഈ ഫെൻസിങ്ങിന്റെ പണി കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല എന്നും അതിന്റെ പോരായ്മകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് DFOയ്ക്ക് ആശങ്ക അറിയിച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് DFO വന്ന് സംസാരിച്ചത് അതിന്റെ പണികളെല്ലാം അവസാന ഘട്ടത്തിലാണെന്നും അത് 2 ദിവസത്തിനുള്ളിൽ കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ ഉപാധികളോടെ നശിപ്പിക്കാനുള്ള ഉത്തരവിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി വനം വകുപ്പ് ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് മുതൽ തട്ടേക്കാട് വരെയുള്ള ഫെൻസിംഗിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാർ, ഫോറസ്റ്റ് ഓഫീസർ ദിവാകരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി, വൈസ് പ്രസിഡന്റ് ബിനോയ് സി പുലൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി KP, ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ ഗോപി മുട്ടത്ത്, വാർഡ് മെമ്പർമാരായ കല TK, ബിന്ദു പൗലോസ്, അരുൺ ടിജോയ്, മനോജ് മത്തായി എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.